വിധത്താം ശ്രീയങ്കാപി കല്യാണമൂർത്തി. അസുരനിൽ അടിമക്കണക്കെ നിന്നോ ഭൂതം, അൻപെഴുന്നൊരു ഭൂതം, കൽവിൽ അൻപു നിറഞ്ഞൊരു ഭൂതം. നിനക്കെന്താ ജാസ്മിൻ? അവര് കാണാതെ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയത് ഇന്നാ. ഇനി വൈകുന്നേരം പോവാം. അവര് നമ്മളെ വഴക്ക് പറയല്ലോ, അല്ലാതെ നമ്മളെ പിടിച്ച് തിന്നൊന്നുമില്ലല്ലോ. നിങ്ങൾ വാ, നമുക്ക് കളിക്കാം. രാജകുമാരി, രാജകുമാരി. അയ്യോ, ജീമ്പുമ്പയുടെ ശബ്ദമല്ലേ കേട്ടത്? ജീമ്പുമ്പ, നീ എവിടെ? ജീമ്പുമ്പ, 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 ജീമ്പുമ്പ. ഞാൻ ഇവിടെ തന്നെയുണ്ട് രാജകുമാരി. എവിടെ? ഇവിടെ. എവിടെന്ന് പറ. നീ എവിടെ ജീമ്പുമ്പ? ഇവിടെയുണ്ട്. എവിടെ? ജീമ്പുമ്പ, ജീമ്പുമ്പ, വാ ജീമ്പുമ്പ. നീ എവിടെ ജീമ്പുമ്പ? എന്താ ജാസ്മിൻ? ജീമ്പുമ്പയുടെ ശബ്ദം ഞാൻ കേട്ടു. ഇവിടെ എവിടെയോ ഉണ്ട്. എവിടെ? ജീമ്പുമ്പ, ഹായ് മോതിരം. കൽപ്പിച്ചാലും രാജകുമാരി. ഹായ് ജീമ്പുമ്പ. നീ പോയപ്പോ മുതൽ ഞങ്ങൾ വലിയ കഷ്ടത്തിലായിരുന്നു ജീമ്പുമ്പ. നമ്മളല്ല, നീ ആന വയറൻ. ഈയുള്ളവൻ ശരിക്കും കഷ്ടത്തിലായിരുന്നു. ആ ഹീനവൃദ്ധന്റെ അടിമയാകേണ്ടി വന്നു. അതിക്രമങ്ങൾ ചെയ്യേണ്ടി വന്നു. അയാളുടെ വിരലിൽ നിന്നും അയാൾ പോലും അറിയാതെ മോതിരം നഷ്ടമായപ്പോൾ ഈയുള്ളവൻ വീണ്ടും സ്വതന്ത്രനായി. അന്നു തൊട്ട് ഇവിടെ കാത്തുകിടക്കുകയായിരുന്നു, രാജകുമാരിയുടെ വരവും നോക്കി. സോറി ചിമ്പുമ്പ, ഇനി ഈ മോതിരം ഞാൻ കളയേയില്ല. വിശേഷം പറയുന്നതൊക്കെ പിന്നെ. ആദ്യം നീ ഞങ്ങൾക്ക് വല്ലതും തിന്നാൻ താ. ആ ചേട്ടനും ചേച്ചി അറിയാതെ ചിമ്പുമ്പ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ഇവര് കേൾക്കുന്നില്ല. ആഹാരം അവിടെ ചെന്നിട്ട് മതി. ജിമ്പുമ്പ എന്നെ പറയും ഇവരോട്. സുമനസ്സുകളാണവർ. ആരുമല്ലാതിരുന്നിട്ടും നിങ്ങളെ സംരക്ഷിക്കുന്നു. ധിക്കരിക്കുന്നത് മഹാപാപം. മടങ്ങുക. അപ്പൊ ജീമ്പുമ്മയോ? കൂടെ തന്നെയുണ്ട്. നടക്കുക. ശരിയാ, വേഗം പോ. വാ. കൊലക്കയറിന്ന് പ്രതി രക്ഷപ്പെട്ടു എന്ന് വാർത്തയില്ല. അപ്പോ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. എങ്ങനെ മനസ്സിലാവാനാ? തൂക്കിലേറ്റിയ നാഥന്റെ ജഡം ഏതെങ്കിലും പൊതുശ്മശാനത്തിൽ അടക്കിയിട്ടുണ്ടാവും. നിന്റെ പപ്പയ്ക്ക് ഇനി ഒന്നും പേടിക്കാനില്ല. ആരുടെയും കണ്ണിൽ പെടാതിരുന്നാ മതി. അയ്യോ, എന്താ വേണ്ടേ? കൈ കിട്ടി അവരെന്നെ തല്ലി ശരിപ്പെടുത്തും. ജയിലിൽ കിടക്കേണ്ടി വരും. നിങ്ങൾ ആരാ? ഞാൻ പിച്ചക്കാരൻ ചന്ദ്രമോഹൻ. പിച്ചക്കാരൻ ചന്ദ്രമോഹനോ? അല്ല, ചന്ദ്രു എന്ന് വിളിക്കും. താൻ എങ്ങോട്ടായി പോകുന്നേ? എങ്ങോട്ടാ പോകുന്നത്? പഴയ പോലെ തെണ്ടല് കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല സാറേ. കൈനീട്ടിയിരുന്ന 10 പൈസ ആരും തരുന്നില്ല. വിശന്നിട്ട് ചാകുമെന്ന് തോന്നിയപ്പോഴാ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു കുഞ്ഞിന്റെ കഴുത്തിലെ മാല പൊട്ടിച്ച്. അപ്പൊ എവിടെ നിന്ന് അറിഞ്ഞൂടാ? ആവശ്യമില്ലാതെ 2 പോലീസുകാർ മുമ്പിൽ. പറഞ്ഞു എന്നെ ചോദിച്ച ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കുന്നേ. കള്ളനെ കിട്ടാൻ അവരകത്ത് കയറി നോക്കും. പപ്പ എവിടെയെങ്കിലും ഒളിപ്പിക്ക്. വേഗം ആവട്ടെ. ദൈവമേ, എന്താ സാർ? ഒരു പിച്ചക്കാരൻ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നോ?
അയ്യോ സാർ, ഇവിടെ ഇങ്ങോട്ട് ആരും വന്നില്ല സാർ. ഗേറ്റ് കടന്നു വരുന്ന ഞങ്ങൾ കണ്ടതാണല്ലോ. അയ്യോ സാർ, ചിലപ്പോ ഈ മതിലൊക്കെ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കാണ് സാർ. ഇങ്ങോട്ട് ആരും വന്നില്ല. പപ്പ വാ. എന്താ മോളെ? എഴുന്നേക്ക്, പോലീസ് വന്നിരിക്കുന്നു. പൊക്കോ. ഞാൻ പറഞ്ഞ സത്യമാണ് സാർ, ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. ഇങ്ങോട്ട് തന്നെ അവൻ വന്നത്. സാർ ദേ അതിലേ അങ്ങോട്ടൊരു വഴിയുണ്ട്. ചിലപ്പോ ഇതിലേ വന്ന് അങ്ങോട്ട് പോയി കാണും സാർ. അവിടെ നോക്കിയാൽ മതി സാർ. പാടും. മാലയും കെട്ടി പിച്ചക്കാരൻ ഓടി വരാൻ കണ്ട സ്ഥലം ഞാനങ്ങ് പേടിച്ചു പോയി. അതെ, അയാളെ ഞാൻ ആദ്യം പറഞ്ഞു വയ്ക്കട്ടെ, അതിനുശേഷം നിന്റെ പപ്പ പുറത്തു വന്നാ മതി. എന്തിനാ വെറുതെ? കുട്ടികളെ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. അവർ ഇവിടെ തന്നെയാണ് താമസമെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണേണ്ടതല്ലേ? അവരുടെ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും നോക്കാം. ഇവിടെയില്ല. ഒന്നും കാണുന്നില്ലല്ലോ. ഒന്നുകിൽ കുട്ടികൾ ഇവിടെയില്ല, അല്ലെങ്കിൽ ശരണെന്ന് പറയുന്നവൻ പഠിച്ച കള്ളൻ എവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതെ വരില്ല. എടോ, താൻ എവിടെയാ? അയ്യോ, ആഹാ, അതെ, എന്താ പരിപാടി? ഇവിടുന്ന് എന്തെങ്കിലും കട്ടോണ്ട് പോകാൻ പോവാണോ? അയ്യോ, പോലീസുകാരെ കണ്ണിപ്പെടാതെ എന്നെ ഒളിക്കാൻ സമ്മതിച്ചു തന്നെ നിങ്ങളുടെ നല്ല മനസ്സ്. ഞാനൊരു കള്ളനൊന്നും അല്ല. വയറ് വിശന്നപ്പോ കൈനീട്ടിയിരുന്നു. കണ്ണി ചോരയില്ല ഒറ്റൊരുത്തനും. ഗതി കെട്ടിട്ട ഒരു കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച് പോലീസിനെ കണ്ടപ്പോ മാല അവിടെ തന്നെ ഇട്ട് ഞാൻ ഓടി. ആ മതി മതി, നല്ല തണ്ടും തടി ഉണ്ടല്ലോ. കക്കാൻ നോക്കുന്നതിന് പകരം വല്ല ജോലി ചെയ്ത് ജീവിച്ചൂടെ? അതെ, കക്കാൻ പാടില്ല. അത് കുറ്റം മാത്രമല്ല, പാപവുമാണ്. മനസ്സിലായോ? ആ, പോലീസുകാർ പോയി, ഇനി പേടിക്കണ്ട, പൊയ്ക്കോ. അയ്യോ, അതിന് എനിക്ക് നടക്കാൻ പറ്റണ്ടേ? വിശന്നിട്ട് കൈയും കാലും കുഴയുന്നു. അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാവും. കപ്പയോ ദോശയോ ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും. കവിത, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്ക്. ആ, പിന്നെ അതെ, കഴിച്ചിട്ട് ഉടനെ പൊക്കോണം പിന്നെ അപ്പൊ കേട്ടല്ലോ. തന്നെ പോവും. ആ ചെല്ലേ. കക്കുന്നത് കുറ്റം, പാപം. നീ കട്ടതിന്റെയും പിടിച്ചു പറിച്ചതിന്റെ ഒക്കെ കണക്ക് എന്റെ കയ്യിലുണ്ട്. ചെപ്പാക്കുത്തിക്ക് 4 പറ്റിക്ക് എന്റെ കൈ ധരിച്ചത്. പോട്ടെ, എനിക്കിപ്പോ വേണ്ടത് കുട്ടികളെയാ. വളരെ രുചി. ഇതൂടെ കഴിച്ചോ. അയ്യോ വേണ്ട, മതി. വെള്ളം നിറഞ്ഞു. സാരമില്ല, നിറഞ്ഞു. നല്ല വിശപ്പെട്ടെന്നല്ലേ പറഞ്ഞേ. ഇതൂടെ കഴിക്ക്. മതിയായിരുന്നു. വേണ്ട. അല്ല, നിങ്ങൾക്ക് കുട്ടികളൊന്നുമില്ലേ? കുട്ടികളോ? ആ, നിങ്ങൾ കെട്ടിയതൊന്നും അല്ലല്ലേ? അല്ല, കണ്ടിട്ട് അങ്ങനെ തോന്നിയത്. ഇവിടെ വേറെ ആരൊക്കെ ഉള്ള? അതെ, കഴിച്ചു മതിയെങ്കിലേ എഴുന്നേറ്റ് പോവാൻ നോക്കും. ആഹാ, എവിടെ പോയതാ നിങ്ങള്? ഞങ്ങൾ പുറത്തേക്ക് പോയതാ. ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ അവതരിപ്പിക്കുന്നു അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്. എങ്ങോട്ടാ പക്ഷെ രാവിലെ നല്ല ഉത്സാഹത്തില്? ഒന്ന് സബ് രജിസ്ട്രാർ ഓഫീസ് വരെ പോണം. വസ്തു വാങ്ങിയപ്പോൾ ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് എന്റെ പിഴ അടയ്ക്കാൻ. പിഴ അടയ്ക്കാനാണോ ഇത്ര സന്തോഷം? സന്തോഷിക്കാനുണ്ട് കേശവ. 1 ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്ന കേസിൽ ഇപ്പോൾ സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രകാരം വെറും 2000 രൂപ അടച്ചാൽ മതി. സത്യം? സത്യമാണ്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ തുച്ഛമായ തുകയടച്ച് കേസുകളിൽ നിന്ന് ഒഴിവാക്കാം. അവതരിപ്പിക്കുന്നു YBR 125 കരുത്തട്ട എഞ്ചിൻ, ഇലക്ട്രിക് സ്റ്റാർട്ട്, സുഖപ്രദമായ സീറ്റ്, 71 കിലോമീറ്റർ പ്രതി ലിറ്ററിന്റെ മൈലേജ് എന്നിവയ്ക്കൊപ്പം. മറ്റു ചെറുപ്പക്കാരെ പോലെ എനിക്കും ജീവിതം അടിച്ചു പൊളിക്കണം. അതിന് ഭാവി ഭദ്രമാക്കണം. LIC ഉണ്ടല്ലോ എനിക്കിപ്പം, പിന്നെ എന്തിനു പോണം വേറൊരിടത്ത്? Glow with joy this Diwali. Joy Alucas Diwali offer. Free gold coin with every purchase of jewelry worth
30,000 rupees. Joya Lucas, world's favorite jeweler. ഇന്ന് ഞാൻ ഇവനോട് തരാനുള്ളത് മേടിച്ചിട്ടേ പോകുന്നുള്ളൂ. നാരായണ, എടോ നാരായണ. അദ്ദേഹം സ്കൂളിൽ പോയിരിക്കാ. എന്നതാ സ്കൂളില്? അല്ലേ, വിശ്വസിക്കാൻ പറ്റിയ നുണവല്ലതും പറയേ. ആ മുതലാളി, ഞാൻ സ്കൂളിൽ തന്നെയാ പോയത്. ഫാം സ്കൂൾ. അവിടെ കർഷകരെ പഠിപ്പിക്കുന്നു പാടത്ത് വിളകൾ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ. അതായത് മണ്ണിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ വളം, മേൽത്തരം വിത്ത്, പിന്നെ ആവശ്യാനുസരണം കീടനാശിനി. അതായത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം. ഇതാ മുതലാളി നിങ്ങളുടെ പണം. നമ്മൾ തമ്മിലുള്ള കണക്ക് ഇതോടെ തീർന്നു. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ. വെറും പൊട്ടനും ബാലേട്ട മാത്രം എല്ലാം തികഞ്ഞൊരു മനുഷ്യൻ. എന്താ അശോകരാജിനെ പോയി കണ്ട? അമ്മ എന്ത് കണ്ടിട്ടാ ഈ അച്ഛനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്? സൗന്ദര്യവും ഇല്ല, ഉയരവും ഇല്ല. മാമ്പുള്ളിക്കാവിൽ മരതക കാവിൽ മണി കൊന്ന കണി വച്ച തമ്പുരാട്ടി. നാളെ വൈകുന്നേരം 5 മണിക്ക് മമ്മൂട്ടി, ശ്രീനിവാസൻ, ഇന്നസെന്റ്, മീന തുടങ്ങിയവർ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രം കഥ പറയുന്നു. ജോയ ലുക്കാസ് സാറ്റർഡേ ഈവനിംഗ് മൂവി ഫെസ്റ്റിവൽ സമർപ്പിക്കുന്നത് ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ അവതരിപ്പിക്കുന്നു അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്. മോതിരം അടിച്ചു മാറ്റുകയാണല്ലോ. ഈ വീട്ടിൽ എല്ലാവരും കള്ളന്മാരും കള്ളികളുമാണ്. ഇതെന്താ കള്ളന്മാരുടെ യൂണിവേഴ്സിറ്റിയോ? ഇവൻ എങ്ങോട്ടായി പാതിരാത്രിക്ക് പോകുന്നത്? ഫോളോ ചെയ്യാം. കൽപ്പിച്ചാലോ ഹുസൂർ? എനിക്ക് ഈ വീട്ടിൽ കഴിഞ്ഞ് മടുത്തു ജീവുക. പോണ ഇവിടുന്ന്. ഇവൻ എന്താ ഒറ്റയ്ക്ക് പിറുപിറുക്കുന്നേ? കിറുക്കാണോ? എങ്ങോട്ട് പോകണം? യജമാനൻ കൽപ്പിക്കേ വേണ്ടു. കൊണ്ടുപോകാം ഈയുള്ളവൻ. എവിടെയോ എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് അങ്ങോട്ട് തന്നെ പോണം. ദൂരമേറെയുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്കൊരു സൈക്കിൾ ഇതാ. കൽപ്പന പോലെ. ജീംബൂംബ. ഇതെവിടെ നിന്ന് ഒരു സൈക്കിൾ പൊട്ടിമുളച്ചേ? സൈക്കിള്. ഇവനെന്താ മായാജാലം വല്ലോ അറിയാം? ജീബുമ്പ കേറ്. വാ, വേഗം പോവാ. അയ്യോ, ദേ പോകുന്നു. ഇവൻ എന്നെ ഓടിച്ചു കൊല്ലും. കല്ലും മുള്ളുകൊണ്ട് ചെരുപ്പിടാം. ചെറുക്കനാണെങ്കിൽ എന്തൊരു സ്പീഡ്! എടാ, എന്നെ ഓടിക്കാതെ ഇല്ലടാ. ഇവനെന്താ പറക്കണ്ടോ? എടാ നിക്കടാ. അയ്യോ, ട്രെയിനിങ്ങിന് പോലും ഇങ്ങനെ ഓടിയിട്ടില്ല. ജീബുമ്പ, ആ പിച്ചക്കാരൻ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അത് ഭിക്ഷക്കാരനല്ല, പോലീസാണ്. പോലീസോ? ഭയക്കേണ്ട, നമ്മൾ പോകുന്നത് മറ്റാരും കാണില്ല. ആ ശരി. ജീംബൂംബ.